സ്കൂട്ടേഴ്സിൻ്റെ മെയിൻ്റനൻസ് കാര്യത്തിൽ എൻജിൻ ഓയിൽ ഓൺ ടൈമിൽ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ അധികം ആളുകളും. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന നമ്മുടെ എൻജിനെ ഭയങ്കര സൈലൻ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ പാർട്ട് ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ എൻജിൻ്റെ ഉള്ളിലുണ്ട്. ഇറ്റ്സ് ഓയിൽ സ്ട്രെയിനർ. ഇതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ പയ്യെ നിങ്ങളുടെ സ്കൂട്ടറിന് ഓരോരോ പ്രോബ്ലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഓയിൽ സ്ട്രെയിനറിനെ കുറിച്ചും അതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. സോ ലെറ്റ്സ് നോ മോർ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. ഓയിൽ സ്ട്രെയിനർ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് ഈ ഒരു ഓയിൽ സ്ട്രെയിനർ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എൻജിനൊന്ന് വാമപ്പ് ചെയ്തിട്ട് എൻജിൻ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻജിൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഓയിൽ സ്ട്രെയിനർ മെയിൻ്റനൻസ് കൂടെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ ഇതന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഓയിൽ സ്ട്രെയിനർ എന്നുള്ള കാര്യം നോക്കാം. നമ്മുടെയൊക്കെ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ എൻജിൻ ഓയിൽ അതിൻ്റെ ഉള്ളിലെ എല്ലാ പാർട്സിൻ്റെയും ഇടയിലൂടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ തവണ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം തന്നെ ഈ ഒരു ഓയിൽ ഒരു സ്മാൾ മെഷ് ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ഈ ഒരു ഓയിൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു മെഷ് ഫിൽറ്ററിനെയാണ് നമ്മൾ ഓയിൽ സ്ട്രെയിനർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മെറ്റൽ പാർട്ടിക്കിൾസും കാർബൺ പാർട്ടിക്കിൾസും മറ്റ് ഡേർട്ടുകളൊക്കെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓയിൽ സ്ട്രെയിനറിൻ്റെ ജോബ്. ഇനി ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ എൻജിൻ ഓയിൽ ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഈ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ സെഡിമെന്റ് ആയിട്ട് ഈ ഒരു ലൂപ്പ് സിസ്റ്റം ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഓയിൽ ഫ്ലോ നടക്കില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഈ ഒരു ഓയിൽ സ്ട്രെയിനർ ഈ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് വെക്കുന്നത്. സോ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു ഓയിൽ സ്ട്രെയിനർ ബ്ലോക്ക് ആവും. ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാലും ഓയിൽ ഫ്ലോന്റെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. നമ്മൾ പൊതുവെ കാണുന്ന ഹോണ്ട, യമഹ, സുസുക്കി, TVS, ബജാജ് ഇതുപോലുള്ള എല്ലാ കമ്പനീസിന്റെ സ്കൂട്ടേഴ്സിലും മെയിനായിട്ട് മെറ്റാലിക് മെഷ് വരുന്ന രീതിയിലുള്ള ഒരു ഓയിൽ സ്ട്രെയിനർ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ എഞ്ചിന്റെ ക്രാങ്ക് കേസിന്റെ താഴ്ഭാഗത്തായിട്ട് ഓയിൽ ഡ്രെയിൻ ബോൾട്ടിന്റെ അടുത്തായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ദാ ഇവിടെയാണ് RAZR 125 ഹൈബ്രിഡിന്റെ ഓയിൽ സ്ട്രെയിനറിന്റെ പൊസിഷൻ വരുന്നത്. ഈ ഒരു വലിയ ബോൾട്ട് ലൂസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓയിൽ സ്ട്രെയിനർ പുറത്തെടുക്കാൻ പറ്റും. സോ ഇനി നമുക്ക് ഈ ഒരു സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എൻജിൻ ഓയിൽ എല്ലാം തന്നെ ക്രാങ്ക് കേസിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തായിരിക്കും വന്ന് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓയിൽ മുകളിലേക്ക് പമ്പ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓയിൽ ഫസ്റ്റ് പാസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രെയിനറിന്റെ ഉള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിലിൽ വന്നിട്ടുള്ള മെറ്റൽ പാർട്ടിക്കിൾസ്, അതുപോലെ മറ്റ് സ്ലഡ്ജുകൾ, അതെല്ലാം തന്നെ ഈ ഒരു സ്ട്രെയിനറിന്റെ ഉള്ളിൽ ട്രാപ്പായി കിടക്കും. എന്നിട്ട് എൻജിന്റെ മറ്റു പാർട്സിലേക്കും മറ്റ് ക്രിട്ടിക്കൽ പാർട്സിലേക്കെല്ലാം തന്നെ ഓയിൽ ഒരു പ്യുവർ ഫോമിലായിരിക്കും എത്തുന്നുണ്ടാവുക. അതായത് ഇതുപോലെയുള്ള പാർട്ടിക്കിൾസ് ഡേർട്സോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻജിന്റെ ഉള്ളിലെ എല്ലാ പാർട്സും വളരെ സേഫ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവും. പക്ഷേ ഓവർ ദ ടൈം ഈ ഒരു ഓയിൽ സ്ട്രെയിനറിൽ കണ്ടാമിനൻസ് അടിഞ്ഞു കൂടി ഇത് അവസാനം ബ്ലോക്ക് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓയിൽ ഫ്ലോനെ അത് ബാധിക്കും. ഓയിൽ ഫ്ലോ കുറയും. അതിനനുസരിച്ച് എൻജിന് ഓരോരോ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. എൻജിന് ഒരുപാട് ഓവർ ഹീറ്റ് ആവാൻ തുടങ്ങും. എൻജിന്റെ സ്മൂത്ത്നെസ് കുറയും. പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷൻസ് ഒന്നും നടക്കാത്തതുകൊണ്ട് എൻജിന്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിലുള്ള നോയ്സ് വരാൻ തുടങ്ങും. ചില സമയത്ത് എൻജിൻ വാർണിംഗ് ലൈറ്റ് വരെ കാണിച്ചേക്കാം. അപ്പോൾ നമ്മൾ പീരിയോഡിക്കലി ഈ ഒരു ഓയിൽ സ്ട്രെയിനർ റിമൂവ് ചെയ്തിട്ട് അതിലുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഈ ഒരു ഓയിൽ സ്ട്രെയിനർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഓയിൽ ഫ്ലോ നടക്കുകയുള്ളൂ. ഓയിൽ ഫ്ലോ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ എൻജിൻ്റെ ഉള്ളിലെ പാർട്സിന് പ്രോപ്പർ ലൂബ്രിക്കേഷനും കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ദാ ഈ ഒരു സെറ്റപ്പിൽ മെയിനായിട്ട് 3 കോമ്പണൻസ് ആണ് വരിക. ഈ ഒരു മെറ്റാലിക് മെഷോട് കൂടി വരുന്ന ഓയിൽ സ്ട്രെയിനറും അതിൻ്റെ കൂടെ ഒരു സ്പ്രിങ്ങും പിന്നെ ഒരു ക്യാപ്പും ആണ് ഈ ഒരു സെറ്റപ്പിൽ വരുന്നത്. ഇതിലേക്ക് ഓയിൽ എൻ്റർ ചെയ്യാനും ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഓയിൽ എക്സിറ്റ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ഹോളും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്രാങ്ക് കേസിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാപ്പ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു നല്ല ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി. പിന്നെ ഇതിലൊരു ഓറിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഡാമേജസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. സ്പ്രിങ്ങും നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സ്പ്രിങ്ങിൻ്റെ ആക്ഷനൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓയിൽ സ്ട്രെയിനർ, ഇനി ഇത് ക്ലീൻ ചെയ്യാൻ സിമ്പിളാണ്. ഇതിലെ ഓയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു നല്ല ക്ലോത്ത് കൊണ്ട് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ വന്നിട്ടുള്ള ചെറിയ മെറ്റൽ പാർട്ടിക്കിൾസും സംഭവങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ക്ലീനിങ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ഇനി നിങ്ങൾ എന്തെങ്കിലും ക്ലീനിങ് ലിക്വിഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് പ്രോപ്പറായിട്ട് വൈപ്പ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് വേണം തിരിച്ച് ഈ ഒരു ഓയിൽ സ്ട്രെയിനർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ ഒരു ഓയിൽ സ്ട്രെയിനറിൻ്റെ നെറ്റ് മെഷ് ഡാമേജ് ചെയ്യരുത്. നല്ല സോഫ്റ്റ് ബ്രഷ് കൊണ്ട് വളരെ സോഫ്റ്റായിട്ട് ക്ലീൻ ചെയ്താൽ മതി. ഇതാ കണ്ടോ, നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടില്ലേ. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം എത്രത്തോളം ഷൈനി ആയിട്ടാണ് ഈ ഒരു ഓയിൽ സ്ട്രെയിനർ ഉള്ളത് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും. ഇനി ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാപ്പിൽ ഈ ഒരു സ്പ്രിങ് വെക്കണം ഇതുപോലെ. അതുപോലെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ മറു സൈഡിൽ ആ ഒരു ഓയിൽ സ്ട്രെയിനറും ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ. ആദ്യം ഇതുപോലെ ഓയിൽ സ്ട്രെയിനർ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഓയിൽ സ്ട്രെയിനറും സ്പ്രിങ്ങും കൂടെ ആ ഒരു ക്രാങ്ക് കേസിലെ പ്രോപ്പറായിട്ടുള്ള പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ആ ഒരു ബോൾട്ടോട് കൂടിയിട്ടുള്ള ക്യാപ്പ് ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ ആ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ക്ലിയറായി. റെസിയാറിൽ ബ്രേക്ക് കേബിൾ ഇതിലെ പോകുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ക്യാപ്പ് തിരിച്ചു പിടിപ്പിക്കാനും അതുപോലെ തന്നെ ക്യാപ്പ് റിമൂവ് ചെയ്യാനൊക്കെ ഈ ഒരു ബ്രേക്ക് കേബിൾ ഇതിൻ്റെ കുറുകെ പോകണോണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതർവൈസ് ദിസ് ജോബ് ഈസ് വെരി ഈസി. അപ്പോൾ നമ്മുടെ ഓയിൽ സ്ട്രെയിനർ ക്ലീനിങ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. അത്യാവശ്യം നല്ല ഡേർട്ടും ചെറിയ മെറ്റൽ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അതെല്ലാം തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഓയിൽ സ്ട്രെയിനർ തിരിച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുതിയ എൻജിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനു മുമ്പ് ഡ്രെയിൻ ബോൾട്ടൊക്കെ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. ഇനി നമുക്ക് പുതിയ എൻജിൻ ഓയിൽ ഒഴിച്ചെടുക്കാം. എൻജിൻ ഓയിലും ഗിയർ ഓയിലും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മേലെ ഐ ബട്ടണിൽ കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ മെയിൻ്റനൻസ് പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് DIY വർക്ക്സിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അത് ചെക്കൗട്ട് ചെയ്താൽ മതി. ഓയിൽ സ്ട്രെയിനർ ഇതൊരു സ്മാൾ പാർട്ടായതുകൊണ്ടും ഇതിന് പലപ്പോഴും റീപ്ലേസ്മെൻ്റ് ആവശ്യമില്ലാത്തതുകൊണ്ടും ഷോറൂമാരും മെക്കാനിക്സൊന്നും ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ സ്കൂട്ടേഴ്സ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വണ്ടി ആയതുകൊണ്ടും യൂസേഴ്സ് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടും ഈ ഒരു ചെറിയ പാർട്ടിനെ അധികം ആളുകളും നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു 3-4 പ്രാവശ്യം എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കൽ ഈ ഒരു ഓയിൽ സ്ട്രെയിനറും റിമൂവ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വെച്ചാൽ മതി. നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവും എത്രത്തോളം സിമ്പിളാണ് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യം. എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഒരു 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കറക്റ്റ് ക്ലീനിങ് ഇൻ്റർവെൽ കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂസർ മാനുവൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും എത്ര കിലോമീറ്റേഴ്സ് ആകുമ്പോഴാണ് ഈ ഒരു ഓയിൽ സ്ട്രെയിനർ ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.